ട്രോമ എന്നത് ഒരു മെമ്മറി മാത്രമല്ല, അത് നമ്മൾ ഡെയിലി ജീവിക്കുന്ന രീതിയെ സൈലൻ്റായി കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജിയാണ്. ട്രോമ നമ്മുടെ ഡെയിലി ലൈഫ് സൈലൻ്റായി കൺട്രോൾ ചെയ്യുന്നു എന്നതിൻ്റെ മേജർ സൈൻസ് നമുക്ക് നോക്കാം. സൈൻ നമ്പർ 1, ഓവർ തിങ്കിങ് എവറിഥിങ്. എല്ലാ കാര്യങ്ങളും ഓവർ തിങ്ക് ചെയ്യുക. ഒരു സിമ്പിൾ കോൺവെർസേഷൻ കഴിഞ്ഞാലും, എക്സാമ്പിൾ, ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞോ, അവർക്ക് എന്നെ ഇഷ്ടമല്ലേ, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ മൈൻഡിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചെറിയ കാര്യങ്ങൾ പോലും ബ്രെയിൻ ഡേഞ്ചർ പോലെ പ്രോസസ്സ് ചെയ്യും. നമ്പർ 2, കോൺസ്റ്റന്റ് ഇമോഷണൽ എക്സോഷൻ. എപ്പോഴും ടയേർഡ് ഫീൽ ചെയ്യും. ഉറങ്ങി എഴുന്നേറ്റാലും എനർജി ഇല്ല. ബോഡി റെസ്റ്റ് ആയിട്ടുണ്ട്, പക്ഷേ നെർവസ് സിസ്റ്റം റെസ്റ്റ് ആയിട്ടില്ല. ഇൻസൈഡ് ഓൾവേസ് ഒരു ഹെവിനെസ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. നമ്പർ 3, അവോയ്ഡിങ് പീപ്പിൾ ഓർ സിറ്റുവേഷൻസ്. ആളുകളെയും സിറ്റുവേഷൻസിനെയും അവോയ്ഡ് ചെയ്യുക. കോൾസ് എടുക്കാൻ തോന്നാറില്ല. മെസ്സേജസിന് റിപ്ലൈ ചെയ്യാൻ ഡിലേ ചെയ്യും. ക്രൗഡിൽ അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യും. ഇത് ആറ്റിറ്റ്യൂഡ് അല്ല, സർവൈവൽ റെസ്പോൺസ് ആണ്. നമ്പർ 4, സ്മോൾ ട്രിഗേഴ്സ് ബിഗ് റിയാക്ഷൻസ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ ഇമോഷണൽ റിയാക്ഷൻസ് കൊടുക്കും. ഒരാൾ ടോൺ മാറി സംസാരിച്ചാൽ പോലും ഹാർട്ട് ഇൻസ്റ്റൻ്റ്ലി ഹെവി ആവും. ഒരു സ്മോൾ റിജക്ഷൻ പോലും ഡീപ്ലി ഹേർട്ട് ചെയ്യും. ബിക്കോസ് ഓൾഡ് വൂൺസ് ഇപ്പോഴും ബോഡിയിൽ അലൈവ് ആണ്. നമ്പർ 5, പീപ്പിൾ പ്ലീസിങ്. എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ ശ്രമിക്കുക. നോ പറയാൻ ഭയം. സ്വന്തം ഫീലിംഗ്സ് സപ്രസ് ചെയ്യും. മറ്റുള്ളവരെ ഹാപ്പിയാക്കാൻ നോക്കും. ബിക്കോസ് സംവെയർ ഇൻ ലൈഫ് നമ്മൾ ലവ് കിട്ടണമെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പഠിച്ചുപോയി. പാർട്ട് 2-ൽ ഇതിൻ്റെ ബാക്കിയും സ്മോൾ ഹീലിംഗ് പ്രാക്ടീസും നമുക്ക് ഡിസ്കസ് ചെയ്യാം.